ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുത്ത് അതിനൊരു മ്യൂസിക് വേണം. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ നേരം കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കാണ് നമുക്ക് നല്ലത്. മറ്റൊരാളെ മ്യൂസിക് എന്തിനാ നമ്മൾ എടുക്കുന്നത്? നമുക്ക് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് വേണം. എവിടെ നിന്ന് എടുക്കുക? പല സോഴ്സും ഉണ്ട്. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംഗീതമൊന്നും അറിയണ്ടെന്ന് ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മൊബൈലിൽ നിന്ന് ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം. നല്ല കിടിലൻ മ്യൂസിക്. എങ്ങനെ ചെയ്യൂ? അതിനാണ് ഗ്രൂവി പാഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഇതിലൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇത് വരിക. ഇവിടെ കുറേ കള്ളികൾ കാണുന്നില്ലേ? ഇതിലൊക്കെ നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നോക്കിക്കോ, ഞാനൊന്ന് ചെയ്യുന്നത്. ഇത് എക്സാമ്പിൾ ആണ്. ഇതിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്, ഒരുപാട് ഒച്ചകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒച്ച വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മ്യൂസിക് ഉണ്ടാക്കിയെടുക്കാം. നോക്കിക്കേ. ലേസ് ഒച്ച കുറക്കട്ടെ, മറ്റേ ഞാൻ പറയുന്നത് കേൾക്കില്ലല്ലോ. ഇനി നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്, എനിക്ക് മ്യൂസിക്കിനെ പറ്റി വലിയൊരു പിടുത്തമൊന്നുമില്ല കേട്ടോ. അതിനെ കൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് ഞെക്കിയിട്ട് ഉള്ള ഒച്ചകൾ കാണിച്ചു തന്ന് ഇത് ഓരോന്നിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒച്ചകൾ കൂട്ടിച്ചേർത്തിട്ട് നല്ല അടിപൊളി മ്യൂസിക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ മ്യൂസിക് ഇവിടെ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ റെക്കോർഡാവും. റെക്കോർഡായതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് സേവ് ആവും. സേവ് ചെയ്യുന്നേരം നമുക്ക് പെട്ടെന്ന് ഗ്യാലറിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഒന്ന് പേര് മാറ്റി കൊടുക്കുക. ഏതായാലും എടുക്കുകയല്ലേ, പാട്ട് എന്ന് എഴുതാം. പാട്ട് എന്ന് എഴുതി കൊടുത്തേക്ക്, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ അത് സേവ് ആവും. ഇതുപോലെ ഏത് എഫക്റ്റ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മ്യൂസിക് ഉണ്ടാക്കിയെടുക്കാൻ. ഒരു കോപ്പിറൈറ്റും പേടിക്കേണ്ട, ആരോട്ടൊന്നും ചോദിക്കുകയില്ല. ഇനി ഇതെവിടെ ഉണ്ടാകുക? നമുക്ക് നമ്മളെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ അതിൽ നമ്മളെ മ്യൂസിക് എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ മേലെ തന്നെ ഇത് ഉണ്ടാവും. ഇനി നിങ്ങൾ ഇങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കൊടുത്ത ആ പേര് സെർച്ച് ചെയ്താൽ നമ്മൾ കൊടുത്ത ആ പേര് വെച്ച് സെർച്ച് ചെയ്താൽ അത് വന്നോളും. ഇവിടെ നമുക്ക് എന്താവശ്യത്തിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? അപ്പൊ സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തൂസ്. താങ്ക് യു സോ മച്ച്.